ഹലോ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഉമ്മ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? നമുക്കിന്ന് ബീഫ് ഫ്രൈ ചെയ്താലോ? അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാമല്ലേ? അതിന് ഞാൻ എല്ലില്ലാത്ത 2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് നമ്മുടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ ടീസ്പൂണിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 കപ്പ് വെളിച്ചെണ്ണയും നമ്മുടെ ബീഫിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ ബീഫിലേക്കില്ലേ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണില്ല. നമ്മുടെ ബീഫ് ഒന്ന് വെന്ത് വരുമ്പോൾ വെള്ളം ബീഫിൽ നിന്ന് ഇറങ്ങി വരും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ കുക്കർ അടച്ചിട്ട് ഒരു 3 വിസിൽ വരുത്തിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 3 വിസിലൊക്കെ വരുത്തിയിട്ടുണ്ട്. കണ്ട നമ്മുടെ ബീഫിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ ഈ വെള്ളം കളയൊന്നും വേണ്ട, അത് നല്ല പോലെ തന്നെ വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്കൊരു മസാല ഉണ്ടാക്കണം നമുക്ക്. അതിന് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകമില്ലേ, പെരിഞ്ജീരകം, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ ഉണക്കമുളക് ചതച്ചതില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി, ഭയങ്കരമായിട്ട് അരച്ചൊന്നും എടുക്കണ്ട കേട്ടോ ഈ പരുവത്തിൽ. ഇനി നമുക്ക് ഈ ചതച്ചെടുത്തത് നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കാരണം നമ്മൾ ആദ്യം എരിവുള്ള മുളക് ഇട്ടത് കൊണ്ടാണ്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയുടെ പൗഡർ ഇട്ടിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ സൊർക്കയും കൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടണം. ഉപ്പിടുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഉപ്പിടണം കേട്ടോ. എന്നിട്ട് അത് നല്ല പോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ആ മസാലയൊക്കെ നമ്മളുടെ ബീഫിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ എൻ്റെ ബീഫ് ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വന്നപ്പോൾ നമ്മളുടെ ബീഫില്ലേ അത് ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ നിറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ടൊന്ന് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. 2 പുറവും നല്ല പോലെ തന്നെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ കേട്ടോ. ഇപ്പം നമ്മളുടെ ബീഫ് നല്ല പോലെ തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പം ഇതേപോലെ ബാക്കിയുള്ള ബീഫും നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ച് എടുക്കാം കേട്ടോ. എനിക്കപ്പോൾ അതൊരു 3 പാത്രത്തിൽ 3 പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് തന്നെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ബീഫ്. ഇനി ആ ബീഫ് വറുത്ത് നമ്മുടെ വെളിച്ചെണ്ണയില്ലേ അതിലേക്ക് തന്നെ കുറച്ച് ചുമന്നുള്ളി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല പോലെ തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ ചുമന്നുള്ളി ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി നീളത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതും നല്ലപോലെ ഒന്ന് ആയി വരട്ടെ കേട്ടോ. ഇനി 2 ഉണക്കമുളക് എടുത്തിട്ട് അതും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ടൊന്ന് അങ്ങനെ മൂത്ത് വരട്ടെ കേട്ടോ. ആ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല പോലെ എല്ലാനും ആയി വന്നിട്ടുണ്ട്. നമുക്കത് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ബീഫൊക്കെ വാങ്ങുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ കമൻറ്റ് എന്നെ അറിയിക്കുകയും വേണം കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം.
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കണ്ട, എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.